നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് 3 മണിക്കൂർ സംസാരിച്ചിരിക്കാൻ പറ്റിയ ഒരു സ്ഥലം കാണിച്ചിട്ടെ. അതും തൃശ്ശൂർ KSRTC തൊട്ടടുത്തായിട്ട്. നല്ല വിശാലമായിട്ടുള്ള ബെഡാണ് കേട്ടോ. 4 പേർക്ക് വരെ സുഖമായിട്ട് കിടക്കും. ഇവിടെ 3 മണിക്കൂറിന് വരും 900 റുപ്പീസ് ഉള്ളൂ കേട്ടോ. ഇനിയിപ്പോ നിങ്ങൾക്ക് 3 മണിക്കൂർ കൊണ്ട് സംസാരിച്ച് കഴിഞ്ഞിട്ടില്ല ഫുൾ ഡേ വേണമെന്നുണ്ടെങ്കിൽ ഫുൾ ഡേക്ക് വരും 1600 രൂപ ഉള്ളൂ കേട്ടോ. പിന്നെ ഇവിടെ ഫ്രീ വൈഫൈയും സ്മാർട്ട് TV ഉണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് പ്രൈവസിയുടെ കാര്യത്തിൽ ഒരു പേടിയും വേണ്ട കേട്ടോ. നിയറസ്റ്റ് റൂംസിന്റെ ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂർ KSRTC ബസ് സ്റ്റാൻഡിന്റെ തൊട്ടടുത്തായിട്ടാണ് കേട്ടോ. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ഒരു ഹായ്. നിങ്ങളുടെ പാർട്ട്ണറുമായി 2 മണിക്കൂർ ചെസ്സൊക്കെ കളിച്ചിരിക്കാൻ പറ്റിയൊരു സ്ഥലം കാണിച്ചു തരട്ടെ ഗുരുവായൂരിൽ. അതും വരും 349 രൂപ. ഇനി 2 മണിക്കൂർ കൊണ്ട് നിങ്ങളുടെ കളി കഴിഞ്ഞില്ല എന്ന് വിചാരിക്കാം. 6 മണിക്കൂറിന് വരും 399 രൂപയുള്ളൂ. ഇനിയിപ്പോ 6 മണിക്കൂർ കൊണ്ട് കളിച്ചു കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ പേടിക്കണ്ട, ഫുൾ ഡേക്ക് ഇവിടെ വരും 999 ഉള്ളൂ കേട്ടോ. പിന്നെ പ്രൈവസിയുടെ കാര്യത്തിൽ ഒരു പേടിയും പേടിക്കണ്ട കേട്ടോ. നല്ല പ്രൈവസി ഉണ്ട് ഇവിടെ. ഇവിടെ റൂംസ് ഒക്കെ നല്ല ക്ലീൻ ആണ് കേട്ടോ. TV, വൈഫൈ, ഹോട്ട് വാട്ടർ എല്ലാം അവൈലബിൾ ആണ്. ഇവിടെ നിങ്ങളുടെ വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ ഒരുപാട് സ്പേസ് ഉണ്ട് കേട്ടോ. അപ്പൊ ഹോട്ടൽ ആർവിസിന്റെ ലൊക്കേഷൻ വരുന്നത് അണ്ടർ റെയിൽവേ ഓവർബ്രിഡ്ജ്, ഈസ്റ്റ് നട, കോലാടിപ്പ്. കണ്ടില്ലേ, നമ്മുടെ കാലത്ത് ലോഡ്ജ് റൂം എടുക്കാന്ന് പറയും. അതിന് പകരമായിട്ട് ഇപ്പോ ന്യൂജൻ ഇറങ്ങിയേക്കുന്നതാണ്. സംസാരിക്കാനൊരിടം, ചെസ് കളിക്കാനൊരിടം. ഇവിടെ എല്ലാവർക്കും ഈ സ്ഥലങ്ങളിൽ എല്ലാവിടെയും 4 പേർക്ക് കിടക്കാൻ പറ്റിയ ബെഡ് സ്പേസ് ഉണ്ട്. ബെഡുണ്ട്, സ്പേസ് അല്ല, ബെഡുണ്ട്, AC ഉണ്ട്, മറ്റുള്ള കാര്യങ്ങൾ ഫെസിലിറ്റി ഒക്കെ ഉണ്ട്. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ വെടിവെക്കാനൊരു സ്ഥലം. ഇതാണ് അതിനെ ന്യൂജൻ വൽക്കരിച്ചുകൊണ്ട് പറയുന്ന ഒരു സാധനമാണത്. തുറന്നു പറയുമ്പോൾ വേറെ വിഷമങ്ങളൊന്നും വിചാരിക്കണ്ടെന്ന്. ഇതേപോലത്തെ നാറിയ പരിപാടി എന്തിനാണ് ഇങ്ങനെ, അതായത് പിള്ളേരുകളെ ഓരോതിലേക്ക് വഴിതെറ്റിക്കാനായിട്ട് ഇങ്ങനെ ഓരോരോ കാര്യങ്ങളിൽ വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ. ഇപ്പോൾ മറ്റെന്താ പറയാ, സംസാരിച്ച് ഇവർക്ക് മതിയാവണില്ലെങ്കിൽ ഈ പറയുന്ന സ്ഥലങ്ങളിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നിസ്സാര റേറ്റുള്ള 350 ബിസിനസ്സാണെന്ന്. ഇതിൻ്റെ ഇങ്ങനത്തെ ബിസിനസ്സൊക്കെ പറയുന്നൊരു പേരുണ്ട്, ഞാൻ പറയണില്ല അതിനെക്കുറിച്ചൊന്നും. നമ്മുടെ കോളേജിൽ പഠിക്കുന്ന പെൺപിള്ളേർക്കായാലും ആൺപിള്ളേർക്കായാലും അവർ നോക്കുമ്പോൾ ഇങ്ങനത്തെ സ്ഥലങ്ങളുണ്ട്. കാരണം ഫെസിലിറ്റി കൂടിക്കൊണ്ടിരിക്കുകയാണ്. കഞ്ചാവിന്, MDMAക്ക്, പിന്നെ എന്നിട്ട് വേറെ കുറേ സാധനങ്ങൾ. അതിൽ പിന്നെ ഇപ്പം ഇങ്ങനത്തെ കുലിശിത പ്രവർത്തിക്കുക വരെ ഇവരൊക്കെ ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കയറി ഇരുന്നിട്ട് ഇങ്ങനെ കുറേ പരസ്യങ്ങൾ ഇട്ടാ, ദേ മക്കളെ ഇവിടെ തൃശ്ശൂർ ഇന്ന സ്ഥലത്തുണ്ട് കേട്ടോ, ദേ മറ്റേ ഗുരുവായൂർ ഇന്ന സ്ഥലത്തുണ്ട്, അവിടെ 399 രൂപയുള്ളൂ, ഇവിടെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഓരോ ഏരിയയിലുണ്ടെന്ന്. ഇനി അവിടെ ഉണ്ടാവാമോ അദ്ദേഹത്തിന് അറിയാം. ഇതൊക്കെ ഒരു കാര്യം പറയാനുള്ളത്, ഈ നമ്മുടെ കോളേജിൽ പഠിക്കുന്ന +2 10ാം ക്ലാസ് ആയിക്കോട്ടെ, ഏത് ഇതിലുള്ള പിള്ളേരുകളെയാണെന്ന് ഇവർ ടാർഗറ്റ് ചെയ്ത് ഇങ്ങനത്തെ ഓരോ സാധനങ്ങളിലേക്ക് വിളിക്കുന്നതെന്ന്. ഇവരെ ഓരോ പ്രസന്റേഷൻ തന്നെ കണ്ടില്ലേ. ഇപ്പൊ പോലീസുകാർ ഇപ്പൊ ഈ സ്ഥലങ്ങളിലേക്ക് ഒന്ന് പോയി കഴിഞ്ഞാൽ പോലീസുകാരോട് ഇവരെന്നിട്ട് പറയാ, ഞങ്ങൾ സംസാരിച്ചിരിക്കാനാണ് വന്നത്, ഞങ്ങൾ ന്യൂജനാണ്, ഞങ്ങൾക്ക് സംസാരിച്ചിരിക്കാൻ പറ്റില്ലേ, അടിച്ചും മോന്തേ പൊളിക്കണം കഴിവേറി മക്കള്. സംസാരിച്ചിരിക്കാനാണ് AC റൂം എടുത്തിട്ട് 4 പേർക്കുള്ള ബെഡിൽ കയറി ഇരിക്കാൻ പോണത്. അവർക്ക് റൂം എടുക്കുന്നവരെ തന്തമാരും തള്ളമാരുടെ അടുത്തും പറയാനുള്ളത്, ഇതിപ്പോൾ ഇങ്ങനെ കുറേ ഫെസിലിറ്റി ഒക്കെ ഉണ്ട്. മക്കളെ ഞാൻ അങ്ങോട്ട് വിട്ടേക്കാണ്, മക്കളെ ഞാൻ ഇങ്ങോട്ട് വിട്ടേക്കാണ്. അവരൊക്കെ എന്നെ ഡെയിലി വിളിക്കുന്നുണ്ട്. അവള് അങ്ങനെയൊന്നും പോവില്ല, എൻ്റെ മക്കളെ എനിക്ക് വിശ്വാസമാണ്, വല്ലാണ്ട് വിശ്വസിക്കൊന്നും വേണ്ട. ഇപ്പോഴത്തെ കാലം മഹാവോട്ടെ, അവർക്ക് ആവശ്യമുള്ളത് എന്തും വിരൽ തുമ്പിൽ കിട്ടാന്നുള്ള സാഹചര്യം ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഇപ്പം നമ്മുടെ കഴിഞ്ഞ ദിവസങ്ങളിൽ വരെ ഉണ്ടായിരിക്കണ ഈ പിള്ളേരുള്ള തോന്നിവാസങ്ങളൊക്കെ അവരുടെ അച്ഛനമ്മമാരും അവരുടെ മക്കളെ വിശ്വസിച്ചുകൊണ്ട് തന്നെയാണ് വളർത്തിയത്. പക്ഷെ നിങ്ങൾ ഇതിനൊക്കെ വളം വെച്ച് കൊടുക്കുന്ന ഇതിനൊക്കെ പിന്നെ ഇൻ്റർവ്യൂവും വേറെയുണ്ട്. പോലീസുകാരടുത്ത് എന്ത് പറയാനാണ്? അവരെ പോയിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ നെഞ്ചത്തിന് കയറുള്ളൂ. അപ്പോൾ പിന്നെ അവരോട് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. തന്തമാരും തള്ളമാരോടും പറയാ, സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട, അല്ലെങ്കിൽ പിന്നെ ഇതേപോലത്തെ ഓരോന്നൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞു പോണത് കൺമുന്നിൽ കാണേണ്ടി വരും. വല്ല തേയിലത്തോട്ടത്തിലോ വല്ല ആറ്റിലോ അല്ലെങ്കിൽ വല്ല ഫാൻ്റെ ചോട്ടിലോ ഒക്കെ ഇങ്ങനെ കെട്ടി തൂങ്ങി അല്ലെങ്കിൽ ഓർത്തിൻ്റെ കൈ കൊണ്ട് ഇങ്ങനെ ചത്ത് മലച്ച് കിടക്കണതാണ് പെൺപിള്ളേരുകളും ആൺപിള്ളേരുകളായാലും. ആയുസൊക്കെ കണ്ട് ചാവാന്ന് പറയും. അതിനൊക്കെ ഫെസിലിറ്റി ഇപ്പം ഈ കാണിച്ചു കൂട്ടണതൊക്കെ നിങ്ങളുടെ മക്കള് സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് നല്ലത്. പറഞ്ഞു എന്നുള്ളൂ. അതൊക്കെ കാണുമ്പോൾ തന്നെ വീട്ടിലെ ഇങ്ങനത്തെ ഒക്കെ ഒരു ഏർപ്പാട് കാണുമ്പോൾ തന്നെ
അല്ല നമ്മൾ 90s ആണല്ലോ, അപ്പം നമുക്കൊക്കെ ചിലപ്പോൾ അതിൻ്റെ ആയിരിക്കും അല്ലേ, പറഞ്ഞെന്നുള്ളൂ.